ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്ന രണ്ട് ടൂളുകളാണ്. ഒന്ന് റൊട്ടേറ്റ് ടൂളും രണ്ട് റിഫ്ലക്റ്റ് ടൂളും. റൊട്ടേറ്റ് ടൂളിൻ്റെ ഷോർട്ട് കീ ആണ് R, അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ടൂളിൻ്റെ ഷോർട്ട് കീ ആണ് O. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്, ഒരു എലിപ്സ് ടൂൾ ഞാൻ ഇവിടുന്ന് വരയ്ക്കുകയാണ്. ഞാൻ ഓൾറെഡി ഇവിടുന്ന് കളറ്, ഔട്ട്ലൈൻ്റെ കളറ് റെഡും ഫില്ലിൻ്റെ കളറ് നണ്ണാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. റൊട്ടേഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ റൊട്ടേഷൻ ടൂൾ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ ഒരു ബ്ലൂ പോയിന്റ് കാണാൻ സാധിക്കും. ഈ ബ്ലൂ പോയിന്റ് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് താഴോട്ട് വരുത്താണ്. അപ്പോൾ ഈ ഒരു പോയിന്റിന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് റൊട്ടേഷൻ ടൂൾ എടുത്തിട്ട് എവിടെയാണോ ഈ പോയിന്റ് വരേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, ആ പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ചേഞ്ച് ആയിക്കോളും. സെലക്ഷൻ നിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഞാൻ മേളിലേക്ക് വരാണ്. മേളിലേക്ക് വരുന്ന സമയത്ത് അത് ആങ്കർ പോയിൻ്റായിട്ട് മാറും. ഈ ആങ്കർ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, പല സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും എന്താവുക, ഈ ഒബ്ജക്റ്റ് എന്താവുക, റൊട്ടേഷൻ ആവുക. ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് ഒരു ഒബ്ജക്റ്റ് കൂടി ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ്. വീണ്ടും ഞാൻ ഇവിടെ നിന്ന് റൊട്ടേഷൻ ടൂൾ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പോയിന്റ് എനിക്കിപ്പോൾ ഇവിടെ വയ്ക്കുകയാണ്. ഈ ഒരു നമ്മൾ നേരത്തെ വെച്ചത് ഇവിടെയായിരുന്നു. ഈ ഒരു റൊട്ടേഷൻ പോയിന്റ് ഞാൻ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും എന്താവുക, ഈ ഒരു ഒബ്ജക്റ്റ് എന്താവുക, റൊട്ടേഷൻ ആവാം. അത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ഒരു കുഞ്ഞൊരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഈ ഒരു കുഞ്ഞൊരു ഒബ്ജക്റ്റ് വരച്ചിട്ട് ഞാൻ വീണ്ടും റൊട്ടേഷൻ ടൂൾ ആക്റ്റീവ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ചെയ്തിട്ട് ഈ ഒരു റൊട്ടേഷൻ ടൂളിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുകയാണ്. കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ റൊട്ടേഷൻ ടൂൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാണ്. ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് എന്താവും, ഓട്ടോമാറ്റിക്കായിട്ടും ഒരു കോപ്പി ക്രിയേറ്റ് ആവും. ഇതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് Ctrl+D അടിക്കുന്ന സമയത്ത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കോപ്പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലവറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലുസ്ട്രേറ്ററിൽ നമുക്കിവിടെ നിന്ന് വരച്ചെടുക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ പല പല ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ നിന്ന് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, റൊട്ടേഷൻ ടൂൾ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുക. അടുത്തത് പറയുന്ന ടൂളാണ് റിഫ്ലക്റ്റഡ് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർക്ക് ടൂൾ പഠിച്ചിരുന്നു. അതേപോലെ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു ടൂൾ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഗ്രീൻ ആക്കുന്നുണ്ട്. ഫില്ലിൻ്റെ കളറും ഞാൻ ഏകദേശം ഒരു ഗ്രീൻ കളർ തന്നെ കൊടുക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഈ രീതിയിൽ ഒരു ഒബ്ജക്റ്റ് വരച്ചു. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എക്സ് ആക്സിസ് മാറ്റി ഞാൻ Y കൊടുത്തു, ഓക്കെ പ്രസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. മൊത്തം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ഫില്ലിൻ്റെ കളർ ഞാൻ ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണമെന്ന് വയ്ക്കുക. അതായത് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോപ്പി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും വന്നെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡിൽ Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോപ്പി എടുക്കാം. പക്ഷേ ഇതിനും ഒരു എളുപ്പവഴിയുണ്ട്, അതാണ് ഈ പറയാൻ പോകുന്നത്. മൊത്തം സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും റിഫ്ലക്റ്റഡ് ടൂളിലേക്ക് വരാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഒരു ടൂളിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പ്രിവ്യൂ എപ്പോഴും ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഹൊറിസോണ്ടലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കൊടുക്കാം. വെർട്ടിക്കൽ സമയത്ത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇവിടുന്ന് ആംഗിളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് കോപ്പി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലുള്ള കോപ്പി എന്തായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ സെറ്റ് ആയിക്കോളും. അതിനുപരിയായിട്ട് ഞാൻ വീണ്ടും മൊത്തം സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പിയാണ് നേരെ ഓപ്പോസിറ്റ് വേണമെന്ന് വയ്ക്കുക. അപ്പോൾ എന്തായിക്കോളും, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോപ്പി എന്തായിക്കോളും, ഇവിടെ നിന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റ് നമുക്ക് രണ്ടാമത് എന്ത് ചെയ്ത് കൊടുക്കേണ്ട, കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കേണ്ട, വരച്ച് കൊടുക്കേണ്ടതെന്ന് അർത്ഥം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, റിഫ്ലക്റ്റഡ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് സ്കെയിൽ ടൂള്, എന്താണ് ഷിയർ ടൂള്, എന്താണ് റീഷേപ്പ് ടൂള്. ഈ 3 ടൂളുകളും എന്തിനു വേണ്ടിയിട്ടാണ് ഇല്ലുസ്ട്രേറ്ററിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാൻ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ടിപ്സിലേക്ക് പോവാം. ഞാൻ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നുണ്ട്. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നുണ്ട്. സ്ട്രോക്കിൻ്റെ അളവ് ഞാൻ ഇത്രയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സ്ട്രോക്കിൻ്റെ അളവ് എന്ത് ചെയ്യണം, ഒരു 3 കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഫിൽ കളർ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്.
ഇതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, സ്കെയിൽ ടൂൾ എടുക്കുകയാണ്. സ്കെയിൽ ടൂൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റിൻ്റെയും ഓൾട്ടിൻ്റെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കാനും ചെറുതാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കി കൊടുക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു സെൻറ്റർ പോയിന്റ് കണ്ടോ, ഈ സെൻറ്റർ പോയിന്റ് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് കയറ്റി വയ്ക്കാമെന്ന് വയ്ക്കുക. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഇവിടുന്ന് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ റിലേറ്റഡ് ആയിട്ട് എന്താ ചെയ്യാം, നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കാനും ചെറുതാക്കി കൊടുക്കണം നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കി കൊടുക്കാനും സാധിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, സ്കെയിൽ ടൂൾ യൂസ് ചെയ്യുക. കീബോർഡിൽ എസ് അടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ടൂൾ ആക്റ്റീവ് ചെയ്യാം. ഇനി പറയുന്നത് ഷെയർ ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ ഒരു ടൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷെയർ ടൂൾ ഇവിടെ നിന്ന് പറയാൻ പോവാണ്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെൻറ്റർ പോയിന്റിലേക്ക് ആക്കുന്നുണ്ട്. ഞാൻ ഫിൽ കളർ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒന്നൊരു റെഡ് കളറായിട്ട് ഞാൻ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഔട്ട്ലൈൻ്റെ കളർ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് നന്നാക്കി വയ്ക്കുന്നുണ്ട്. ഇതിന് ശേഷം ടൂൾ ബോക്സിലെ ഷെയർ ടൂൾ എടുക്കുകയാണ്. ഷെയർ ടൂൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, കർവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, കർവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീടിൻ്റെ ഒരു തറ പോലെയോ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീടിൻ്റെ ഒരു ചുമരിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൂൾ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കണമെങ്കിൽ വീടിൻ്റെ ഒരു ചുമരിൻ്റെ ഭാഗം നമുക്കൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ടൂൾ ബോക്സിലെ അടുത്തൊരു ടൂളാണ് റീഷേപ്പ് ടൂൾ. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നുണ്ട്. ലൈൻ സെഗ്മെൻറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം ഇവിടുന്ന് ഫില്ലൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇവിടുന്ന് സ്ട്രോക്കിൻ്റെ കളറ് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രോക്കിൻ്റെ അളവ് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് കൂട്ടിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ടൂൾ ബോക്സിൽ റീഷേപ്പ് ടൂൾ എടുക്കുകയാണ്. റീഷേപ്പ് ടൂൾ എടുത്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കർവ് ചെയ്യാമെന്ന് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, റൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കർവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർക്ക് ടൂളിനെ പറ്റി പഠിച്ചു. ആർക്ക് ടൂളിൻ്റെ സെയിം ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റീഷേപ്പ് ടൂൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ടൂൾ ഇതിന് വേണ്ടി മാത്രമല്ലാണ്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാമെന്ന് വയ്ക്കാം. ഈ ഒരു ഒബ്ജക്റ്റ് അല്ലാതെ എലിപ്സ് ടൂൾ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്നൊരു ഒബ്ജക്റ്റ് വരയ്ക്കാമെന്ന് വയ്ക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റീഷേപ്പ് ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വരച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതായത് സെലക്ഷൻ അല്ലാതെ റീഷേപ്പ് എടുക്കുന്ന സമയത്ത് ഓർക്കുക, ഈ ഒബ്ജക്റ്റ് എന്താ മൂവ് ആവുള്ളൂ. ഞാൻ ഇവിടുന്ന് ഒരു ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാമെന്ന് വയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂളുകൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് എന്താകും, റീഷേപ്പായിട്ട് മാറും. ഇതിന് ശേഷം ടൂൾ ബോക്സിലെ റീഷേപ്പ് ടൂൾ എടുക്കുക. റീഷേപ്പ് ടൂൾ എടുത്തിട്ട് വേണം എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്യാനായിട്ട്, ഇതിനെ റീഷേപ്പ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഷേപ്പ് ആക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, റീഷേപ്പ് ആക്കി കൊടുക്കാൻ സാധിക്കും. ഈ 3 ടൂളുകളും എന്തിനു വേണ്ടിയിട്ടാണ് ഇല്ലുസ്ട്രേറ്ററിൽ യൂസ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അറിവുമായിട്ട് കാണാം. ബൈ ബൈ.